സ്ഫോടനം നടന്ന് 24 മണിക്കൂറുകൾ പിന്നിടുമ്പോഴും കളക്ടറേറ്റ് സ്ഫോടന കേസിലെ പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയും പോലീസിന് ലഭിച്ചില്ല. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനകം 10ലധികം പേരെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. കളക്ടറേറ്റിലെ CCTV ഓപ്പറേറ്റർമാരെയും പോലീസ് ചോദ്യം ചെയ്തു. സ്ഫോടനം നടന്ന സ്ഥലത്തിന് സമീപമുള്ള കോടതികളിൽ കഴിഞ്ഞ ദിവസം പരിഗണിച്ച കേസുകൾ സംബന്ധിച്ചും ഇതിലെ പ്രതികളെ സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കളക്ടറേറ്റിലെ ക്യാമറകൾ പ്രവർത്തിക്കാത്തത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. സാധാരണ രീതിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നല്ല നിരീക്ഷണ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകേണ്ടതാണ് കളക്ടറേറ്റിൽ. വേണ്ടത്രൊരു ജാഗ്രതയില്ലായ്മ ഉണ്ടോ എന്നതാണ് അതിനെ സംബന്ധിച്ച് തോന്നിയിട്ടുള്ളത്. പുറ്റിങ്ങൽ കേസുമായി ബന്ധപ്പെട്ട് CCTVയുടെ ഹാർഡ് ഡിസ്ക് ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയിരുന്നതായും ഇത് തിരികെ എത്തിച്ച ശേഷം മറ്റ് ക്യാമറകളും പ്രവർത്തിക്കാതായെന്നും കൂടിക്കാഴ്ചയിൽ കളക്ടർ എ ഷൈനാമോൾ മന്ത്രിയെ ധരിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കെൽട്രോൺ നൽകിയ പരാതിയുടെ പകർപ്പുകളും എ ഷൈനാമോൾ മന്ത്രിക്ക് കൈമാറി. അതേസമയം ആഭ്യന്തര സുരക്ഷാ വിഭാഗം സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിച്ച് തെളിവുകൾ ശേഖരിച്ചു. ജില്ലയിലെ കോറികൾ കേന്ദ്രീകരിച്ചും തിരച്ചിൽ തുടരുകയാണ്. ക്യാമറ പേഴ്സൺ അരുൺ മോഹനൊപ്പം ശ്യാമാർ ബാബു, മീഡിയ 1 കൊല്ലം.